ഇവൻ എന്നോട് പൊട്ടിത്തെറിച്ചു, പപ്പ എന്താ അവർക്ക് പൈസ കൊടുക്കാത്ത? എന്നിട്ട് തൊട്ടടുത്ത നിമിഷം പറഞ്ഞതാണ് എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടത്. പൊതിച്ചോറ് മാത്രം കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ എപ്പോഴെങ്കിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ട് തോന്നിയിട്ടുണ്ടോ? ഇന്ത്യാവുന്നതിന് മുമ്പുള്ള ദിവസം അതൊക്കെ പലതരത്തിൽ അനുഭവിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്ത ഇലക്ഷൻ ആകുമ്പം CM പിണറായി വിജയൻ ഏതാണ്ട് 82 81 വയസ്സാവും. നമുക്കൊരു റിട്ടയർമെന്റ് ഏജ് വേണം. CM-നെ കുറിച്ച് ചോദിച്ച കാര്യമാണെങ്കിൽ ഇനി ഒരു തവണ കൂടി വന്നാൽ അത് ഇടതുപക്ഷത്തിന് എന്തോ ഒരു വലിയ അപകടമാണെന്നുള്ളത് ഭരണം നഷ്ടപ്പെട്ടാൽ നന്നാവും. ഈ മഹാരാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രം സംസാരിക്കുന്നതാണ് എൻ്റെ ഭാഷ. പക്ഷെ ഞങ്ങളുടെ ഭാഷ സജീവമാണ്, ചലനാത്മകമാണ്. റൈറ്റ് വിങ്ങിനോടുള്ള ഒരു ഹേറ്റ്രഡും ഉണ്ട്. ലെഫ്റ്റ് വിങ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ എക്സ്ക്യൂസ് ചെയ്തു പോകുന്നുണ്ട്. ലെഫ്റ്റ് വിങ്, നിങ്ങൾ ഉദ്ദേശിച്ചത് ലെഫ്റ്റ് വിങ് മാധ്യമങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെയാണോ? അതെ. ഞങ്ങളിവിടെ അറ്റാക്ക് ചെയ്യുന്നു, ഞങ്ങളിവിടെ അറ്റാക്ക് ചെയ്യുന്നില്ല. അങ്ങനെ വരുന്ന പ്രശ്നം അറിയാമോ? അതിനെ സമീകരിക്കലാണ്. അതും ഇതും ഒന്നാണെന്നുള്ളൊരു ധാരണ ഉണ്ടാക്കലാണ്. രസകരമായ കാര്യം, ലെഫ്റ്റ് തന്നെ അറ്റാക്ക് ചെയ്യപ്പെടുകയാണ്. ലെഫ്റ്റിനെതിരായ നരേഷൻ എന്താണ് മീഡിയ ചെയ്യുന്ന റോൾ എന്ന് പറഞ്ഞാൽ, മീഡിയ ചെയ്യുന്നത് ഇന്ത്യൻ ഫാസിസത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നരേന്ദ്രമോദി റെജീമിന്റെ RSS റെജീമിന്റെ കൃത്യമായ ഒരു ടൂളായി മീഡിയ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്താ മീഡിയയുടെ നരേഷൻ? എന്താ മീഡിയ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന രണ്ട് നരേഷനാണ്. പ്രാഥമികമായി അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് കുഴപ്പമാണ്, ലെഫ്റ്റ് ശരിയല്ല എന്നുള്ള നരേഷൻ ബിൽഡപ്പ് ചെയ്യും. ഓക്കെ, അത് ആത്യന്തികമായി ആരെയാണ് ഉപകരിക്കുക? അത് ആർക്ക് വേണ്ടിയുള്ള നരേഷനാണ്? ആരുടെ പ്രൊപ്പഗാൻഡയാണ്? ആ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് അൾട്രാ റൈറ്റിന്റെ പ്രൊപ്പഗാൻഡയാണ്, റൈറ്റിന്റെ പ്രൊപ്പഗാൻഡയാണ്. നിങ്ങൾ റൈറ്റ് എന്ന് പറഞ്ഞില്ലേ, ഇന്നത്തെ മീഡിയ ഇൻഡസ്ട്രി എന്നാണ് പറയുക. അപ്പൊ ഞാൻ മീഡിയ അല്ല പറയുന്നത്, മീഡിയ ഇൻഡസ്ട്രി പാർട്ട് ഓഫ് റൈറ്റ്, അത് റൈറ്റ് വിങ് ആണ്. അപ്പൊ അവർ തന്നെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതാണ് അതിന്റെ പ്രശ്നം. ഇനി വേറൊന്ന്, എന്നാൽ അതേസമയം തന്നെ ഈ റൈറ്റിന്റെ ഭാഗമായി വരാൻ പറ്റാത്ത, ഞങ്ങളിപ്പോഴും സ്വതന്ത്രമായി നിൽക്കുന്നു എന്ന് പറയുന്ന അപൂർവ മനുഷ്യരേ ഉള്ളൂ, അല്ലെങ്കിൽ അപൂർവം പ്ലാറ്റ്ഫോമുകളേ ഉള്ളൂ ഇന്ത്യയിൽ. സൈനാഥ് തീർച്ചയായും അതുപോലെ ഒരാളാണ്, അങ്ങനെയുള്ളതാണ്. അവരെ എങ്ങനെയാണ് ഒറ്റപ്പെടുത്തുന്നത്? പിന്നെ ഞാൻ ചോദിക്കട്ടെ, സായിനാഥിനെ പോലെ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒട്ടനവധി മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്, വ്യക്തികളുണ്ട്. അവരെല്ലാം തന്നെ നമ്മളീ പറയുന്ന മാധ്യമ വിഭാഗത്തിനിടയിൽ ഇടതുപക്ഷത്തിനെതിരെ ഇരവാദം ഉയർത്തുന്ന ആളുകളുടെ മാധ്യമ പ്രവർത്തനവുമായി താരതമ്യം ചെയ്യാൻ പറ്റും. നിങ്ങൾ പറ, ഇപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വലതുപക്ഷത്ത് നിന്നുകൊണ്ട് പ്രൊപ്പഗൻഡ മിഷനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഫാക്ടറികളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളെയും ഈ പറയുന്ന സൈനാഥ് ഉൾപ്പെടെയുള്ള ആളുകളെയും അല്ലെങ്കിൽ ആ ഒരു ധാരയെയും താരതമ്യത്തിന് വ്യത്യാക്കാൻ പറ്റും. അപ്പൊ ആദ്യം നമ്മൾ പറയേണ്ടതിൽ ഏതാണ് മാധ്യമ പ്രവർത്തനം എന്ന് മനസ്സിലാക്കണം. ഇതാണോ മാധ്യമ പ്രവർത്തനം, ഇതാണോ മാധ്യമ പ്രവർത്തനം? ഇതൊരു ക്വസ്റ്റ്യൻ അല്ലേ? കേരളത്തിലെ ഈ പൊതുസമൂഹം പൊതുവെ, മീഡിയ ആണെങ്കിലും ശരി, നമ്മളെ പബ്ലിക് സ്പേസസിന് പൊതുവെ ഒരു ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് സ്വഭാവം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ, അതായത് ഇവിടെ കാര്യങ്ങൾ നിയമപരമായും ആൾക്കാരുടെ ഡിഗ്നിറ്റിക്ക് ഒരു വിലയുണ്ട്, ആൾക്കാരുടെ ഡിഗ്നിറ്റിക്ക് ഒരു വിലയുണ്ടെന്നും കോമൺ സെൻസിന് നിരക്കാത്ത കാര്യങ്ങൾ ഇവിടെ അനുവദിക്കില്ല എന്നുള്ളൊരു ഒരു പൊതുവെ ഒരു പെർസെപ്ഷൻ ഉണ്ട്. അത് അങ്ങനെയാണെന്നുള്ളത്. അത് ലെഫ്റ്റ് ആക്ച്വലി ഓപ്പോസിഷനിൽ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് അതിനെ യൂസ് ചെയ്യാറുമുണ്ട്. അത് നമ്മൾ ഗവൺമെന്റിനെതിരെയുള്ള അഴിമതികളൊക്കെ പുറത്തുവിട്ട് വരുമ്പോൾ ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എക്സ്പോസ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഭരണത്തിൽ വരുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടായി മാറുന്നില്ല. അതായത് എല്ലാം ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് ആകുമ്പോൾ നമുക്ക് ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് കുഡ് ബി എ ഫോഴ്സ് ഫോർ ഗുഡ് ഓൾസോ. ഇപ്പൊ ലൈഫ് മിഷനിൽ ചെയ്യുന്ന വീടുകൾ വലിയൊരു പ്രൊജക്റ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊജക്ട് ചെയ്യപ്പെടാതെ പോവുകയും ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് ഫോർ ദ സേക്ക് ഓഫ് ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് ആയി പോവുകയും ചെയ്യുന്നുണ്ടോ? അത് ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് തന്നെയാണ് മീഡിയയുടെ ഒരു പാർട്ട് എന്ന് പറയുന്നത്. മീഡിയ ഏത് പക്ഷത്താണെന്ന് വെച്ചാൽ എസ്റ്റാബ്ലിഷ്മെന്റിനെതിരായിട്ട് തന്നെയാണ്. അത് എല്ലാ കാലവും അങ്ങനെ തന്നെയാണ്. പക്ഷേ എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ അവർ നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് എന്ന് പറയുന്ന ഭരണകൂടത്തിനെതിരെ അവർ നിൽക്കുന്നുണ്ടോ? ഇല്ല. അവർ നിൽക്കുന്നത് ലെഫ്റ്റിനെതിരായിട്ടാണ്.
അങ്ങ് ചോദിച്ചാൽ ശരിയാണ്. UDF ഭരണകാലത്ത് UDF-നെതിരായിട്ട് ഇതേ മാധ്യമങ്ങൾ തന്നെ പ്രവർത്തിച്ചിട്ടില്ലേ? അത് തർക്കമില്ല, പ്രവർത്തിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്നാൽ ജനം അത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ LDF ഗവൺമെന്റിനെ എതിർക്കുന്നത് ഒരു എന്താ പറയുക, ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനെതിരായ സമരമാണ് എന്ന വാദഗതി കേരളത്തിലെ മാധ്യമങ്ങൾ ദയവായി ഉപയോഗിക്കരുത്. അവർ എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ പറയാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉൾപ്പെടെ നിരവധി ഭരണഘടനാ പ്രതിസന്ധി നേരിടുന്ന അവർ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. കേന്ദ്രം എന്ന എസ്റ്റാബ്ലിഷ്മെന്റിനായിട്ടൊന്നും വേണ്ടുന്നില്ലല്ലോ. കേരളത്തിന്റെ തന്നെ ശബ്ദമായി മാറുന്നില്ലല്ലോ. കേരളത്തിനോട് കേന്ദ്രം കാട്ടുന്ന അവഗണന ഇവരുടെ പരിഗണനാ വിഷയത്തിൽ വരുന്നില്ല. ഇനി കേരളത്തിൽ ഉന്നയിക്കുന്നതിൽ പ്രശ്നമില്ല. ഞാൻ കേരളത്തിലെ ഗവൺമെന്റിനോടുള്ള വിമർശനത്തിന്റെ ഒരു അടിത്തറ പറയാം. UDF-നെതിരെ അവർ പറഞ്ഞില്ലേ, അവർ ഇതന്നെ ആളുകൾ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നത്. UDF-നെതിരെ കാരണമുണ്ടായിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ പറയാം, UDF-നെതിരായിട്ടുള്ള വലിയൊരു പ്രൊപ്പഗാൻഡ ആയിരുന്നു അന്ന് വന്നൊരു പ്രശ്നമായിരുന്നു. പ്രൊപ്പഗാൻഡ അല്ല, അന്ന് വന്നൊരു ഇഷ്യൂ ആയിരുന്നു സോളാർ കേസ്. ആളുകൾക്ക് മനസ്സിലാകാവുന്നത് സോളാർ കേസാണ്. കാരണം സോളാർ കേസിനകത്ത് പരാതിക്കാരായി വന്നവരൊക്കെയും കോൺഗ്രസിന്റെ തന്നെ പ്രമുഖരായിരുന്നു. ഇനി ഉമ്മൻചാണ്ടിയുടെ തന്നെ വെച്ച് നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അത് കണ്ടന്റ് ഉള്ളതാണ്, അത് കാമ്പുള്ളതാണ് എന്ന കണ്ടെത്തലിലേക്ക് എത്തി. ഞങ്ങൾ വെച്ച കമ്മീഷനല്ല, ഉമ്മൻചാണ്ടി തന്നെ വെച്ചത്. ആ ഒരു പരിസരത്തിൽ മാധ്യമങ്ങൾ നടത്തിയ സ്വാഭാവിക ഇടപെടലാണത്. അല്ലാതെ ഞങ്ങൾ അവരെയും ആക്രമിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ശരിയല്ല. ഇനി LDF-ന്റെ ഗവൺമെന്റ് കാലത്തേക്ക് വരും, കണ്ടന്റുള്ള കാമ്പുള്ള അഴിമതി അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെന്റിനെ നെപ്പോട്ടിസം ഏത് തരത്തിലാവട്ടെ, അത്തരം കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിൽ വസ്തുതാപരമായ ഏത് കാര്യത്തിലാണ് കേരളത്തിലെ മീഡിയ മുന്നോട്ട് വെച്ചത് ശരിയെന്ന് പിന്നെ തെളിയിച്ചിട്ടുള്ളത്? 2016 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ മീഡിയ ഉയർത്തിക്കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു പ്രശ്നം വലതുപക്ഷത്തിന്റെ പ്രൊപ്പഗാൻഡകൾ മാത്രമായിരുന്നു. നമ്മൾ ഈ രാഷ്ട്രീയത്തിന്റെ മറ്റു കാര്യങ്ങളെ പറ്റി അല്ലാതെ ഈ പേഴ്സണൽ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം എൻറ്റയർലി നമ്മളെ കയ്യിലല്ല. അതെ അതെ, മറ്റാൾക്കാരാണ് തീരുമാനിക്കുന്നത് നമ്മളെ സമയം എന്ന് വെച്ചത്. അപ്പം എൻഡ് ഓഫ് ദി ഡേ നമ്മൾ മനുഷ്യരാണ്. നമുക്ക് ചിലപ്പോൾ നെറ്റ്ഫ്ലിക്സ് കാണാൻ തോന്നും, നമുക്ക് ചിലപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ തോന്നും, പക്ഷെ നടക്കില്ല. അപ്പൊ ഇത് പക്ഷെ ചെറുപ്പകാലം തൊട്ട് രാഷ്ട്രീയക്കാരനായിരുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് ബാലൻസ് നമുക്ക് വീട്ടില് സമയം ചെലവഴിക്കാൻ പറ്റില്ല, മക്കളുമായിട്ടുള്ള സമയം. പക്ഷെ എന്നാൽ ഇതൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷെ അതിനൊരു ഇൻസെന്റീവ് ഉണ്ട്, ഒരു കോർപ്പറേറ്റ് സാലറി ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സാലറി ഇല്ല. മാത്രമല്ല കടം ചിലപ്പം കൂടും, കേസുകൾ ചിലപ്പം കൂടും. ഈ ഒരു ബുദ്ധിമുട്ടൊന്നും ചെറിയ അനക്ഡോട്ട്സിലൂടെയോ അല്ലെങ്കിൽ ഒരു സ്വന്തം എക്സ്പീരിയൻസിലൂടെയോ ഒന്നും എത്ര ബുദ്ധിമുട്ടില്ല. ജനങ്ങളുടെ വിചാരം ഇത് വളരെ എളുപ്പമുള്ള ഒരു പണിയാണ്. അവന് ഒരു റോഡ് നന്നാക്കി തന്നില്ല, എത്ര വർഷം പഠിച്ചിട്ടും വന്നില്ല എന്നുള്ളത് 100 റോഡ് നന്നാക്കിയാലും 101ാമത്തെ റോഡ് നന്നാക്കിയില്ലെങ്കിൽ അതൊരു നെഗറ്റീവ്. ഈ ഒരു ബുദ്ധിമുട്ട് രാഷ്ട്രീയ എസ്പെഷ്യലി കേരളത്തിൽ അത് വലിയ പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരായാലും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയാം, ഭയങ്കര നമ്മുടെ സമയം നമ്മുടെ കയ്യിലല്ല, നമ്മുടെ അജണ്ടകൾ നമ്മുടെ പ്രയോറിറ്റികൾ നമുക്ക് തന്നെ നിശ്ചയിക്കാൻ കഴിയില്ല. പിന്നെ ഭയങ്കര അൺസർട്ടനിറ്റിയാണ്. അൺസർട്ടനിറ്റിൻ്റെ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നിശ്ചയിക്കാനോ നാളത്തെ നമ്മുടെ പരിപാടികൾ അങ്ങനെയല്ല നമ്മൾ കാര്യങ്ങൾ പോകുന്നത്. ഒരുപാട് പേരുടെ കാര്യങ്ങളുണ്ടാണ് നമ്മുടെ തലച്ചോറിലൂടെ പോകുന്നത്. അതും വളരെ പലതരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. അത് ഉദാഹരണത്തിന് ഒരു സാധാരണക്കാരായ മനുഷ്യൻ്റെ പോലീസ് കേസ് മുതൽ ഒരാളുടെ വില്ലേജ് ഓഫീസിലെ പ്രശ്നത്തിൽ ഇടപെടുന്നത് മുതൽ ഫാമിലി മാറ്ററിൽ ഇടപെടുന്നത് മുതൽ ഇങ്ങനെയുള്ള നിരവധി വൈവിധ്യങ്ങളായ വിഷയങ്ങളായിരിക്കും ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു ദിവസം മുതൽ ഇങ്ങനെ കടന്നതാണ്. വളരെ രസകരമാണ്. തിരുവനന്തപുരത്തൊക്കെ രാഷ്ട്രീയക്കാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. രാവിലെ ഇന്ന് OP കൂടുതലായിരുന്നു എന്ന് പറയും. എന്ന് വെച്ചാൽ രാവിലെ കാണാൻ വരുന്ന ആളുകളാണല്ലോ, കാണാൻ വരുന്ന ആളുകൾ കാണുക OP കൂടുതലാണെന്ന് പറയാം. രസകരമായ സാധനമാണ്. OP ആണല്ലോ യഥാർത്ഥത്തില്. വരുന്ന ആളുകളുടെ പ്രശ്നങ്ങളാണ് അവരുടെ പ്രധാനപ്പെട്ട. മുഖ്യമന്ത്രി പറഞ്ഞാൽ ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ടെന്ന് പറഞ്ഞതുപോലെ ഈ വരുന്ന ഓരോ മനുഷ്യന്റെയും വലിയ കാര്യമായിരിക്കും. ആ കാര്യത്തിൽ നമ്മൾ ഇടപെടുകയാണ്. പിന്നെ അതിന്മേലുള്ള ചിലപ്പോൾ ഫോളോ അപ്പ് വേണ്ടി വരും. അപ്പം ഇങ്ങനെ പിന്നെ നമ്മുടെ സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ, കമ്മിറ്റികൾ, യാത്രകൾ, പ്രക്ഷോഭങ്ങൾ, ഇങ്ങനെ പലതരത്തിൽ ഇങ്ങനെ പോവാണ്. അൾട്ടിമേറ്റ്ലി നമ്മളൊക്കെ മനുഷ്യർ, നമ്മൾ സ്വാർത്ഥരാണ്. അപ്പൊ ആ സ്വാർത്ഥത എങ്ങനെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും? അതിനെ സ്വന്തം പേഴ്സണൽ എക്സ്പീരിയൻസിനോട് നോക്കിയാൽ വീടുമായിട്ടുള്ള ബന്ധം, കുടുംബമായിട്ടുള്ള ബന്ധം, അല്ല അത് കാര്യമാണ്. ഇതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ ഒരു ഫ്ലോയിലെ മോഡാണ്. അതാണ് കാര്യം. നമ്മൾ ഇങ്ങനെ ട്യൂൺ ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഏറെക്കാലമായിട്ട്, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ സ്വന്തം കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും മാറ്റിവെക്കുക. ഉദാഹരണം
ഒട്ടനവധി കാര്യങ്ങളാണ്, ആരോഗ്യ കാര്യങ്ങളായിരിക്കാം. ഇപ്പം നമുക്ക് നമ്മുടെ ഡോക്ടറെ പലരുടെയും രാവിലെ വരുന്ന പലരുടെയും വിഷയങ്ങൾ വന്ന് ഡോക്ടറെ വിളിക്കുക, അല്ലെങ്കിൽ ആശുപത്രിയെ വിളിക്കുക, അല്ലെങ്കിൽ പലതരത്തിലുള്ള ആവശ്യങ്ങൾ വരും. രക്തം മുതൽ പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഡോക്ടറെ വിളിച്ചുമ്പോൾ പലരും. പക്ഷെ നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആരോഗ്യ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ പല കാര്യങ്ങൾ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ അത്തരം കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ എൻ്റെ പാർട്ണർ കൂടി അമൃത കൂടിയാണ് അത്തരം കാര്യങ്ങൾ കുറേ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലാറ്റ് വാങ്ങുമ്പോൾ ഫ്ലാറ്റിൻ്റെ രജിസ്ട്രേഷൻ അങ്ങനെയൊക്കെയുള്ള വ്യക്തിപരമായി ചെറുതെന്ന് തോന്നുന്ന കാര്യമാണ്. പക്ഷെ അതെല്ലാം ലൈഫ് കാര്യങ്ങളാണല്ലോ. അതിന് എപ്പോഴെങ്കിലും ഒരു നന്ദി പറച്ചിൽ ഉണ്ടായിട്ടുണ്ട് അവരെ എടുക്കുന്ന ആ ഒരു എഫേർട്ടിന്? നന്ദി പറച്ചിലല്ല, നമ്മളിങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് പോവാണ് എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് ഒരുപാട് തോന്നിയിട്ടുള്ള കാര്യം, കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട്. അവന്മാർ പലപ്പോഴും നമ്മൾ വാശി പിടിച്ച് പറയുന്നുണ്ട്, അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ രാഷ്ട്രീയക്കാരുടെ മക്കൾ അത് തരത്തിൽ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. രാഷ്ട്രീയക്കാർ അവരുടെ സമയം എത്രയാണെന്ന് ഭാര്യയ്ക്കും മക്കൾക്കും, ഞാൻ കുഞ്ഞുങ്ങൾക്ക് എന്ന് പറയാണ് പ്രധാനം, കുഞ്ഞുങ്ങൾ കൊടുക്കുന്നത്. കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ രക്ഷകർത്താക്കളുടെ സാന്നിധ്യവും അവരുടെ മെന്ററിങ്ങും വളരെ പ്രധാനമാണ്. അതിലെനിക്കൊരു കാര്യം ചോദിക്കട്ടെ, മറ്റു പല സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായിട്ട് കേരളത്തിൽ പല രാഷ്ട്രീയക്കാരും മക്കൾ രാഷ്ട്രീയക്കാരനാവാൻ ആഗ്രഹിക്കാത്തവരാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് വരാത്തവരാണ്. കോൺഗ്രസിൽ കുറെ ഉണ്ടെങ്കിലും CPM പ്രത്യേകിച്ചും അവർ രാഷ്ട്രീയത്തിലേക്കാളും അവർ വേറെ എന്തെങ്കിലും. അപ്പൊ ഈ ഒരു അപ്ബ്രിങ്ങിങ് കൊണ്ടാണോ? അത് പഠിക്കേണ്ടതാണ് തീർച്ചയായിട്ടും. കോൺഗ്രസ്സുകാരുടേത് ഒരുപാട് മക്കൾ രാഷ്ട്രീയം കാണാറുണ്ട്, പക്ഷേ CPM അങ്ങനെ പൊതുവിൽ കാണാറില്ല. പക്ഷേ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇനി ഉണ്ടെങ്കിൽ തന്നെയും ലാറ്ററൽ എൻട്രി ആയിരിക്കില്ല, താഴെ SFI മുതൽ ഇങ്ങനെ പ്രവർത്തിച്ച് വരുന്നവരായിരിക്കും. പിന്നെ പക്ഷേ ഈ ഒരു പ്രശ്നം കാരണം സജീവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്തുകൊണ്ടായിരിക്കും? അതിനത് പഠിച്ചു വരേണ്ട വിഷയമാണ്. എന്തുകൊണ്ടായിരിക്കും പഠിച്ചു വരേണ്ട വിഷയമാണ്. ഒറ്റവട്ടത്തിൽ അവർ രാഷ്ട്രീയം പ്രിഫർ ചെയ്യാത്തതല്ല, പക്ഷേ പലതരത്തിലും ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പഠിച്ചു വരേണ്ട വിഷയമാണ്. കാരണം അവരുടെ കുട്ടിക്കാലം അവരുടെ വളർച്ചയിൽ ഒക്കെ തന്നെ നമുക്ക് ചിലവഴിക്കാൻ കഴിയുന്ന പരിമിതമായ സമയമാണ്. ഞാനതിൽ എടുത്തിരിക്കുന്ന ഒരു ബയോമീഡിയ ടാക്ടിക്സ് എന്ന് പറയുന്നത് എല്ലാ സിനിമകളും കാണും, അത് ഫാമിലി ആയിട്ട് പോയിട്ടായിരിക്കും കാണുക. അതിന് സമയം ഞാൻ ഇതിനിടയിൽ കൂടി കണ്ടെത്തും. സിനിമയാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു സേഫ്റ്റി വാൽവ് എന്ന് വേണമെങ്കിൽ പറയാം, സിനിമ. പിന്നെയുള്ളത് യാത്രയിൽ പലപ്പോഴും കുട്ടികളെ ആകെ രണ്ട് കുട്ടികളെയും ഭാര്യയൊക്കെ കൂട്ടിപ്പോകാനുള്ള ചിലവിൻ്റെ പ്രശ്നം വരും, അല്ലെങ്കിൽ അത് നമുക്ക് അഫോർഡബിൾ ആയിരിക്കില്ല, കംഫർട്ടബിൾ ആയിരിക്കില്ല. അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ വരുമല്ലോ. ഭാര്യയും ഞാനും കൂടെ വ്യാപകമായ യാത്രകൾ ഉണ്ട്. അത് യാത്ര പ്രധാനപ്പെട്ട ഒരു റിലീഫാണ്. അത് അവർക്ക് കൊടുക്കാവുന്ന പരമാവധി സമയമാണ്. മൂന്നാമത് വളരെ പ്രധാനം കുഞ്ഞുങ്ങളാണ്, കുഞ്ഞുങ്ങളുടെ വെക്കേഷൻ സമയത്തുള്ള യാത്രകൾ. പക്ഷേ എങ്കിലും എനിക്ക് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ സമയം കൊടുക്കാൻ, അവരോടൊപ്പം ചിലവഴിക്കാൻ, കാരണം അവരുടെ ഈ പ്രായത്തിൽ ചിലവഴിക്കാനുള്ള സമയം നമുക്കുള്ള നഷ്ടം കൂടിയാണ്. അതിന് കിട്ടില്ലല്ലോ. അതെനിക്ക് തോന്നിയിട്ടുണ്ട്, അതൊരു നഷ്ടബോധമായി തോന്നി. കുട്ടികളുടെ ഒരു ഫീഡ്ബാക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? നമുക്ക് രാഷ്ട്രീയക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഒരുപാട് ആൾക്കാർ ചുറ്റും കൂടും. ഇപ്പം പണ്ട് ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ടായിരുന്നു, എൻ്റെ വീട്ടിലൊരു സുപ്രഭാതത്തിൽ 2 ബോഡി ഗാർഡ് വന്നു, 3 പേര് കാണാൻ വന്നു, എനിക്ക് മനസ്സിലായി ഞാൻ പെട്ടെന്ന് രാഷ്ട്രീയക്കാരനായിരുന്നു. അതുപോലെ നമ്മൾ ഈ ഒരു ബബിളിനകത്ത് പെട്ടുപോകുമല്ലോ നമ്മൾ പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത ആൾക്കാർക്ക് ചില കാര്യങ്ങൾ പറയാനും മടിയായിരിക്കും. പക്ഷെ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവർക്ക് എന്താ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും. ഈ കുട്ടികളുടെ ഒരു ഫീഡ്ബാക്ക്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ കമ്മ്യൂണിസ്റ്റോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളോ SFIയിലൂടെ വളർന്നു വരുന്ന ഒരു കുട്ടികളുണ്ട്. പക്ഷെ അതല്ലാതെ വലിയൊരു തലമുറ നമ്മുടെ നാട്ടിൽ ഒരു റൂട്ടഡ്നെസ് ഇല്ലാതെ വളർന്നു വരുന്നില്ലേ? എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തെടുക്കുക എന്നുള്ളത് അങ്ങനെയല്ല കേട്ടോ. എൻ്റെ അനുഭവം തിരിച്ചാണ്. ഒന്ന്, അവർ വലിയ ഡിസ്ട്രസ്ഡാണ് എൻ്റെ കുട്ടികൾ. ഞാൻ ഈ പറഞ്ഞ കോൺടെസ്റ്റിൽ എന്നെ കിട്ടുന്നില്ല എന്നുള്ളതിൽ അവർക്ക് വലിയ ക്ഷുഭിതരാണ് അവരെന്നോട്. എൻ്റെ കുഞ്ഞുങ്ങൾ ഒരാൾ 4ാം ക്ലാസ്സിലും ഒരാൾക്ക് 4 വയസ്സായിട്ടുള്ളൂ. ഉദാഹരണത്തിന് ഞങ്ങൾ വീട്ടിൽ ചിലവഴിച്ചാലും യാത്ര പോകുമ്പോഴെല്ലാം ഈ ഗാഡ്ജറ്റുകളൊരു പ്രശ്നമാണ്. അങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കാമല്ലോ. ഇപ്പോൾ യാത്ര, ഫാമിലി ട്രിപ്പ്, ഇല്ലെങ്കിൽ രാത്രി വീട്ടിലെത്തിയാലും ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ മോൻ പലപ്പോഴും എന്നോട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, ഇതൊന്ന് നിർത്തി വെക്കുമോ, എന്നോട് സംസാരിക്കുന്നു. എൻ്റെ 4ാം ക്ലാസ് എന്നോട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അവൻ ഇത് പപ്പ അങ്ങോട്ട് സംസാരിക്കും എന്ന് പറയുന്നത്. ഇനി തിരിച്ച് ഈ പൊളിറ്റിക്കൽ മെസ്സേജിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എനിക്കത് വലിയ അഭിമാനം തോന്നിയിട്ടുള്ള കാര്യം, നമ്മളിൽ നിന്ന് അവർ ഒബ്സർവ് ചെയ്യാറുണ്ട്. എനിക്കതിൽ വളരെ ടച്ചിങ് ആയ ഒരു കാര്യം, ഈ 2ാമത്തെ കുഞ്ഞിൻ്റെ കെയറിങ്, അതായത് 4 വർഷം മുമ്പാണ് എൻ്റെ മകൻ മൂത്തവൻ മാത്രമേ എന്നുള്ളൂ. അപ്പോൾ 2ാമത്തെ കുഞ്ഞിൻ്റെ കെയറിങ്ങിൻ്റെ സമയമാണ് അമൃത. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ SITയിൽ കൺസൾട്ടേഷന് പോയ ദിവസമാണ്. അപ്പോൾ ഞാനും മൂത്ത മകനും മാത്രം എൻ്റെ കാറിനകത്ത്, ഞാനന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയം
ഇരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ വന്നു, ലോട്ടറി ടിക്കറ്റ് വെക്കുന്ന ഒരു അമ്മയാണ്. എന്നിട്ട് ഇപ്പം ഞാൻ ഫോണിലിരിക്കുകയാണ്, ഇവൻ ഇപ്പുറത്തെ സീറ്റിൽ ഇരിക്കുന്നു. അപ്പോൾ ഇവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് ഞാൻ കൈ കാണിച്ചു. ഫോണിലാണ് ഇല്ല എന്ന് പറഞ്ഞു. അവർ വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചില്ല എന്നിങ്ങനെ എന്നോട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇല്ല, ഇപ്പോൾ ഫോൺ ഹോൾഡ് ചെയ്തിട്ടൊന്നും ഇല്ല, എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയി. ഫോൺ കട്ട് ചെയ്യാൻ വേണ്ടി അവൻ കാത്തു നിന്നു. ഇവൻ എന്നോട് പൊട്ടിത്തെറിച്ചു, പപ്പ എന്താ അവർക്ക് പൈസ കൊടുക്കാത്ത? എന്നിട്ട് തൊട്ടടുത്ത നിമിഷം പറഞ്ഞതാണ് എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടത്. പൊതിച്ചോറ് മാത്രം കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അതായത് പൊതിച്ചോറ് എന്ന് പറയുന്നത് പപ്പ ഞാൻ അത്ഭുതപ്പെട്ടു. അതായത് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ പൊതിച്ചോറ് എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐക്കാർ പപ്പ കൊടുക്കുന്ന കാര്യമാണെന്നും അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാർ കൊടുക്കാറുണ്ടെന്നും അപ്പൊ അത് വിശക്കുന്നവന് കൊടുക്കേണ്ടത് ആവശ്യകതയാണെന്നും അതുപോലെ ഇങ്ങനെയൊക്കെ കൊടുക്കണം. അപ്പൊ ഈ എന്നോട് പണം ചോദിച്ചു വന്ന ആളിന് ലോട്ടറി ടിക്കറ്റ് എടുത്തവരെ സഹായിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്, അവനുണ്ട് എന്നവൻ തിരിച്ചറിയും. ആ ബോധം അവനിൽ ഉൽപ്പാദിപ്പിച്ചത് എൻ്റെ രാഷ്ട്രീയമാണ്, എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇനി അടുത്ത് പക്ഷെ അതിലൊരു സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ ഡിവൈഎഫ്ഐയുടെ കാര്യം മാത്രം എടുത്തു നോക്കിയാൽ ഡിവൈഎഫ്ഐയുടെ അകത്ത് വരുന്ന പുതിയ അംഗത്വങ്ങൾ അത് ഈ ഡിവൈഎഫ്ഐ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശ്രേണിക്കകത്തുനിന്ന് വരുന്ന മാത്രമാവാതെ ഇപ്പൊ പണ്ട് പല ഭാഗത്തുനിന്ന് വരുന്ന മഹാരാഷ്ട്ര പഠിക്കാൻ വരുന്ന കുട്ടികൾ ഡിവൈഎഫ്ഐയിൽ SFI വഴി കടന്നു വന്ന് ഡിവൈഎഫ്ഐയിൽ എത്തും. പക്ഷെ ഇപ്പൊ അത് കുറേയും കൂടി ഒരു പെർട്ടിക്കുലർ സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരോ മാത്രമായിട്ട് ഒരുപാട് കുട്ടികൾ ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും അത് ഈ പറയുന്ന മെമ്പർഷിപ്പിനെയും ബാധിച്ചിട്ടുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ല, അത് ശരിയാ. ഈ പറയുന്ന വിഭാഗം ആളുകൾ നമ്മളിലേക്ക് വരുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അവരെയെല്ലാം അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൂടുതൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്, വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ വിദ്യാഭ്യാസം എടുത്താൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളും പഠിക്കുന്ന ക്യാമ്പസുകൾ, ആ ന്യൂ ജനറേഷൻ ക്യാമ്പസുകൾ നമുക്ക് പറയാം. ആ ക്യാമ്പസുകൾ മഹാഭൂരിപക്ഷവും അപ്പൊളിറ്റിക്കലാണ്. ഒരു രാഷ്ട്രീയ വ്യവഹാരങ്ങളില്ല, SFI ഇല്ല, KSU ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അവിടെയാണ് അവർ മോൾഡ് ചെയ്യപ്പെടുന്നത്. സ്കൂളിൽ തീരെയില്ല, വീട്ടിലുമില്ല. ഇവർ കുട്ടിക്കാലം മുതൽ ഇവർ കടന്നു വരുന്ന മീഡിയം എന്ന് പറയുന്ന പത്രമല്ല, ഇവരാരും പത്രം വായിക്കുന്നവരല്ല, ഇവർ വായിക്കുന്ന പുസ്തകങ്ങളല്ല, മറിച്ച് ഇവരുടെ മീഡിയം എന്ന് പറയുന്നത് മഹാഭൂരിപക്ഷം പേരുടെ മീഡിയം എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഞാൻ അവരെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേര് ഇൻസ്റ്റാ തലമുറ എന്നാണ്. ഇപ്പോൾ ഇൻസ്റ്റാ ജനറേഷൻ, അവർ ഫേസ്ബുക്കിൽ പോലും ഇല്ല, ഫേസ്ബുക്കിൽ പോലും എഴുതുന്നതോ പറയുന്നതോ അവർ കാണുന്നില്ല, ഇൻസ്റ്റയിലാണ്. ഇൻസ്റ്റയുടെ പ്രത്യേകത എൻ്റെ ടേസ്റ്റാണ് എൻ്റെ മുമ്പിൽ വരുന്ന കണ്ടന്റ്. എനിക്ക് കാറും റൈഡുമാണ് എൻ്റെ ട്രാവലാണ് എൻ്റെ ഏരിയ എങ്കിൽ എനിക്ക് വരുന്ന കണ്ടന്റുകൾ കൂടുതലും എന്നിലേക്ക് ഇൻസ്റ്റാഗ്രാം എനിക്ക് തരുന്ന കണ്ടന്റുകൾ കൂടുതൽ ആ മേഖലയിലായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ എൻ്റർടൈൻമെൻറ്റ് മൂഡിനനുസരിച്ച് അവരിങ്ങനെ കടന്നു പോകുന്നു. അത് മാത്രമേ അവർ കടന്നു പോകുന്ന വഴിയുള്ളൂ. അതിനപ്പുറത്തൊരു ലോകമുണ്ട്, അതിനപ്പുറത്തൊരു ഡിസ്കഷനുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ DYFI പോലുള്ള ഓർഗനൈസേഷൻ, ഞാൻ എൻ്റെ സംഘടന തന്നെ പറയുകയാണ്, തീർച്ചയായും ആ മേഖലയിൽ ആ വിഭാഗത്തിനിടയിലേക്ക് കൂടുതൽ അഗ്രസീവായി ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന വിധമുള്ള പരിപാടികൾ കൂടുതൽ നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വർക്കേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം അതിഥി തൊഴിലാളികളാണ്. 10% നമ്മൾ വർക്ക് ഫോഴ്സ് അതിഥി തൊഴിലാളികളാണെന്നാണ് ലാസ്റ്റ് കണക്ക് പറയുന്നത്, ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക് പറയുന്നത്. ഒരു വർക്കേഴ്സ് പാർട്ടി എന്നുള്ള രീതിയിൽ CPM ഇവരെ സംഘടിപ്പിക്കാൻ പണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബോംബെ പോയിട്ട് CPM വർക്കേഴ്സിനെ സംഘടിപ്പിച്ചിട്ടുണ്ട്. മലയാളിയെ മാത്രമേ സംഘടിപ്പിക്കുള്ളൂ എന്നുണ്ടോ? അങ്ങനെ ഒരു മാർക്സിസ്റ്റ് മലയാളി ഇല്ലല്ല, അങ്ങനെയില്ല. അത് തീർച്ചയായിട്ടും അല്ല. അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് വലിയ പാക്കേജുകൾ ഗവൺമെന്റ് ആവിഷ്കരിക്കുന്നുണ്ട്. മലയാളി തൊഴിലാളികളെ മാത്രമല്ല, അതിഥി തൊഴിലാളികൾ എന്ന് നമ്മൾ പറയുന്നത് പക്ഷേ ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് നമ്മളായിരിക്കും. ഔദ്യോഗിക ഭാഷയിൽ തന്നെ ഗസ്റ്റ് വർക്കേഴ്സ് എന്ന് പറയുന്നത്, ബാക്കിയുള്ള മൈഗ്രന്റ് ലേബേഴ്സ് എന്ന് നമുക്ക് പറഞ്ഞ വേറെ തരത്തിലാണ്. അത് തന്നെ ഈ LDF ഗവൺമെന്റ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. CPMന്റെ LDFന്റെ പോളിസിയാണ്, അവരെ അങ്ങനെ തന്നെ കാണണം. രണ്ടുപേരെ സംഘടിപ്പിക്കുന്ന കാര്യത്തിലാണ്. DYFI ഏറെക്കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു, പക്ഷെ അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് പോകാനായിട്ടില്ല. ഈ വിഭാഗത്തിലെ ചെറുപ്പക്കാർ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരെ DYFI അംഗത്വത്തിൽ എടുപ്പിക്കുന്നതാണ്, അവരിലേക്ക് DYFI റീച്ച് ചെയ്യിപ്പിക്കുന്നതിന് ആവശ്യമായ ഒരു പദ്ധതി ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക്, അതിൻ്റെ എക്സിക്യൂഷനിലേക്ക് പോയിരുന്നില്ല. CITU ആ രംഗത്ത് ഇടപെടുന്നുണ്ട്. അത് തൊഴിലാളികൾക്കിടയിൽ CITU ആണല്ലോ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നത്. തീർച്ചയായും അത് CITUവിൻ്റെ പ്രയോജനത്തിലുള്ള ഒരു കാര്യം തന്നെയാണ്. സംഘടിപ്പിക്കേണ്ടതുണ്ട്, അവരെ രാഷ്ട്രീയവൽക്കരിക്കേണ്ടതുണ്ട്. നമ്മൾ അങ്ങനെ ഒരിക്കൽ പറഞ്ഞു പോയെങ്കിലും ഇതൊരു റിയാലിറ്റിയാണ്. കേരളത്തില് വീട്ടുജോലിക്ക് വരുന്ന
തമിഴ്നാട്ടുകാരിയായിട്ടുള്ള സ്ത്രീകൾക്ക് മിനിമം വേജ് ഇല്ല. കേരളത്തിൽ കൺസ്ട്രക്ഷൻ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന അതിഥി തൊഴിലാളിക്കും മലയാളി വർക്കറിനും 2 വേജാണ്. ഒരാൾക്ക് 500 രൂപയും ഒരാൾക്ക് 800 രൂപയുമാണ്. ഇത് വളരെ ബ്ലേറ്റന്റ് ആയിട്ടുള്ള ഇനീക്വാലിറ്റി. നമ്മൾ ഈ വിപ്ലവം വരും എന്ന് പറയുമ്പോൾ നമ്മൾ ഭരണത്തിലിരിക്കുമ്പോഴല്ലേ ഈ വിപ്ലവം വരുന്നത്. ഭരണത്തിൽ നിന്നുകൊണ്ട് വിപ്ലവം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം കേരളം ഒരു രാജ്യമല്ല, കേരളത്തിനൊരു ഭരണഘടനയില്ല. കേരളത്തിന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിലെ ഒരു സ്റ്റേറ്റ് മാത്രമാണ്. അപ്പം നമുക്കിവിടെ നിന്ന് വിപ്ലവം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ കൂടുതൽ ആശ്വാസകരമായ കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാം. അങ്ങ് പറഞ്ഞ ഇനിക്വാളിറ്റി ഇന്ത്യൻ എക്കോണമിയുടെ ബൈ പ്രൊഡക്റ്റാണ്. അതിനിടയിൽ നിന്നുകൊണ്ട്, ആ എക്കോണമിക്കിടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റ് മാത്രമാണ് കേരളം. ആ കേരളം അതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ വേർതിരിവ്, വിടവ്, ഇനിക്വാളിറ്റി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഞാൻ ഉദാഹരണം പറയാം. കോവിഡ് സമയം മൈഗ്രൻ്റ് ലേബേഴ്സ് ആയിരുന്നു ഏറ്റവും വലിയ ഇരകൾ ഇന്ത്യയിൽ. നമ്മൾ പ്രൊട്ടക്ട് ചെയ്തില്ലേ? പ്രധാനമന്ത്രി എന്ന് പറഞ്ഞത് നിങ്ങൾ എവിടെയാണോ അവിടെ തുടരണം എന്നാണ്. ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ തുടർന്ന ഒരു അതിഥി തൊഴിലാളിയും ചികിത്സ കിട്ടാതെ മരിച്ചില്ല. അപ്പം ഞങ്ങളുടെ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻ്റ് ആണ്. ഒരു ഫൈനലായിട്ടുള്ള ഒന്ന് ഒരു അല്പം പേഴ്സണൽ ആയിട്ടൊരു കാര്യമാണ്. അത് ഇങ്ങനെ എടുക്കുന്നത് എനിക്കറിയില്ല. ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ എപ്പോഴെങ്കിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ട് തോന്നിയിട്ടുണ്ടോ? അത് ഈ പറയുന്ന ഭരണത്തിന്റെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഭാഗമായിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ അതിന്റെ മുന്നേയുള്ള കാലഘട്ടത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടം ഇതായതുകൊണ്ടുകൂടിയാണ് ചോദിക്കുന്നത്. ഈ ഇന്ത്യയിൽ പലയിടത്തും സഞ്ചരിക്കുമ്പോൾ ഈ MP എന്ന് പറയുന്ന ഒരു ബാനർ ഉള്ളതുകൊണ്ട്, ഒരു ഐഡന്റിറ്റി ഉള്ളതുകൊണ്ട് അങ്ങനെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ അതിനു മുമ്പുള്ളൊരു കാലമുണ്ടല്ലോ, MP ആവുന്നതിന് മുമ്പുള്ളൊരു സമയം, അതൊക്കെ പലതരത്തിൽ അനുഭവിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇനി പറയാം. കേരളത്തിലേക്ക് തന്നെ വന്നാൽ ഞാൻ നേരിട്ടല്ല, ഞാൻ അനുഭവം പറയാൻ ആഗ്രഹിക്കുക. ഒരിക്കൽ ഞങ്ങളൊരു വീട് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ നമ്മൾ വീട് വാടകയ്ക്ക് താമസിച്ചു. അപ്പോൾ ഞാനല്ല ഈ പറഞ്ഞതുപോലെ ഞാനിങ്ങനെ പോകണല്ലോ, ഇതൊക്കെ അമൃതയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റെല്ലാം കൈകാണിച്ചത്. അപ്പോൾ അമൃതയും പോലും കൂടി ഒരു ബ്രോക്കർ വീട് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാം തിരുവനന്തപുരത്ത്. അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ വീട് കാണിച്ചു. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആ വീട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ തിരിച്ചറിഞ്ഞു വന്ന് പറഞ്ഞു എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരോട് നമ്മൾ ആലോചിച്ച് പറയാം. അവർക്ക് വേറെ കണ്ടീഷനൊന്നുമില്ല. അവരാകെയുള്ളൊരു കണ്ടീഷൻ മുസ്ലിങ്ങൾക്ക് കൊടുക്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റിയലി തിരുവനന്തപുരത്ത് അമൃതയും മോഹനാണ്. അമൃത പറഞ്ഞു ഈ വീടേതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ കുഴപ്പമായേനെ. എന്താ പടം അങ്ങനെ എൻ്റെ കൂടെ താമസിക്കുന്ന ഒരാൾ മുസ്ലിമാണ് എന്ന് പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ആളുകളുടെ മനസ്സിൽ വന്നിട്ട് ഇപ്പോൾ ഒരു പലയിടത്തും ഇങ്ങനെ ഇതുപോലുള്ളതാണ്. പക്ഷെ നമ്മളോട് പ്രത്യക്ഷത്തിൽ വന്നിട്ട് ഏറെ കാലമായി നമ്മളെല്ലാം മെയിൻ സ്ട്രീമിലേക്ക് വന്നതല്ലേ. എൻ്റെ വിദ്യാർത്ഥി കാലം മുതൽ മെയിൻ സ്ട്രീമിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ മുഖത്തൊക്കെ എന്നോടോ നേരിട്ടോ എനിക്ക് അങ്ങനെ ഒരു വിവേചനം നേരിട്ടെന്ന് വെച്ചാൽ കേരളത്തിൽ തീരെയില്ല. പക്ഷേ ഇതുപോലൊരു അനുഭവം എൻ്റെ വൈഫ് നേരിടുകയും അവരെന്നോട് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, അപൂർവം. പക്ഷേ ഇന്ത്യൻ പരിസരത്തിൽ അതല്ല. ഇന്ത്യൻ പരിസരത്തിൽ പലയിടത്തും MP ആകുന്നതിന് മുമ്പൊക്കെ പലയിടത്തും നമ്മൾ പോകുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിലല്ലെങ്കിൽ പോലും നമുക്ക് പലയിടത്തും, ഇപ്പോൾ ഉദാഹരണത്തിന് കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ടാക്സി ഡ്രൈവർ അല്ലെങ്കിൽ ഒരു ട്രെയിൻ യാത്രക്കാരൻ ഒക്കെ ചോദിക്കുമ്പോൾ പേര് കേൾക്കുമ്പോൾ എൻ്റെ പേരിലാണെങ്കിൽ പേരിൽ തന്നെ ഉണ്ടല്ലോ മതം, വളരെ കൃത്യമായിട്ട് ഏത് മത ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന വ്യക്തമാണ്. അപ്പോഴൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ മുഖത്തിലൂടെ അറിയാൻ പറ്റുമല്ലോ, അവർ ഡിസ്കംഫർട്ട് ആവുന്നത് ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കേരളത്തിൽ മറ്റൊരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല, ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളവരും ഉണ്ട് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. വൺ ഫൈനൽ ക്വസ്റ്റ്യൻ, ആൻഡ് ഐ ഡോണ്ട് തിങ്ക് യു വിൽ ലൈക്ക് ദിസ്. അടുത്ത ഇലക്ഷൻ ആകുമ്പം CM പിണറായി വിജയൻ ഏതാണ്ട് 82 or 81 വയസ്സാവും. നമുക്കൊരു റിട്ടയർമെന്റ് ഏജ് വേണ്ടേ? നമുക്ക് ഈ 82 വയസ്സുള്ള ഒരാളോ 81 വയസ്സുള്ള ഒരാളോ ആണോ കേരളം നയിക്കുന്നത്? നമുക്ക് രാഷ്ട്രീയത്തിൽ ഒരു റിട്ടയർമെന്റ് ഏജ് വേണ്ടേ? അല്ല, CPIM-നെ സംബന്ധിച്ച് CPIM തന്നെ റിട്ടയർമെന്റ് ഏജിനെ സംബന്ധിച്ച് നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ പറയുന്ന CM-നെ കുറിച്ച് ചോദിച്ച കാര്യമാണെങ്കിൽ CM ഇതിലേതെങ്കിലും ഇപ്പോൾ പോകുന്നൊരു കാലയളവുണ്ടല്ലോ, എത്ര എനർജറ്റിക് ആയിട്ടും എത്ര എഫക്റ്റീവായിട്ടും എത്ര ദീർഘവീക്ഷണത്തോടെയുമാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഇതേ സമയം തന്നെ എൻ്റെ പാർട്ടി അയച്ചത് എൽഡേഴ്സ് കൗൺസിലിലേക്കാണ്. രാജ്യസഭയെ സാധാരണ അങ്ങനെയാണല്ലോ പറയാറ്.
പക്ഷേ അയച്ചത് തന്നെയല്ലേ. ഒരുപാട് പേരെ കാണാൻ കഴിയും. ഇപ്പോൾ തിരുവനന്തപുരം മേയറാക്കിയതാരാ? ഈ മന്ത്രിസഭ എടുക്കും, ഇപ്പോഴത്തെ മന്ത്രിസഭ എടുക്കും. MLA-മാര് 2 തവണ മത്സരിച്ചവരെ മാറ്റി നിർത്തി പുതിയ ആളുകളെ കൊണ്ടുവന്നു. വളരെ ലെജൻസായ ആളുകളോട് മാറി നിൽക്കാൻ പറഞ്ഞു. എല്ലാം അങ്ങനെയല്ലേ. CPIM-നകത്ത് 75 വയസ്സ് എന്നുള്ളത് ഒരു പ്രായപരിധിയായി കൊണ്ടുവന്നു. അതെല്ലാം കൃത്യമായി പാലിക്കുകയാണ്. എത്രയോ പ്രധാനപ്പെട്ട ആളുകൾ പാർട്ടിയിൽ നിന്ന് വിട്ടു. ഇപ്പോൾ SRP വളരെ ആരോഗ്യ ദൃഢഗാത്രനാണ്. ഞങ്ങൾക്കെല്ലാമുള്ള പല ആരോഗ്യ അസ്ഥിതകളും അദ്ദേഹത്തിനില്ല. അദ്ദേഹം വളരെ പ്രായത്തിന്റെ പരിധിയിൽ അദ്ദേഹത്തെ മാറി നിൽക്കുകയും, എന്നാൽ മാറി നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം പൂർണ്ണ സമയം സ്ഥാനമാനങ്ങളല്ല, പൂർണ്ണ സമയം പക്ഷേ AKG സെന്റർ കേന്ദ്രീകരിച്ച് പാർട്ടിക്ക് മെന്റർ ചെയ്യുകയും ശൈക്ഷണിക മേഖലയിൽ ഇടപെടുകയും നമുക്ക് വലിയ ഊർജ്ജം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊരു കോമ്പിനേഷനാണ്. ഈ പ്രായം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, TS തിരുമുമ്പ് ഒരു കവിത എഴുതിയിട്ടുണ്ട്. TS തിരുമുമ്പ് വരി ഇങ്ങനെയാണ്: തലനരയ്ക്കുവതല്ലെൻ്റെ വാർദ്ധക്യം, തലനരയ്ക്കാത്തതല്ലെൻ്റെ യൗവനം, കൊടിയ ദുഷ്പ്രഭുത്വത്തിന് മുമ്പിൽ തല കുനിക്കാത്തതാണ് എൻ്റെ യൗവനം. പുതിയ തലമുറയെ വലിയ തോതിലാണ് കൊണ്ടുവരുന്നത്. തലമുറ മാറ്റം ഉണ്ടാകണം, തലമുറ ഇങ്ങനെ വലിയ തോതിൽ കൊണ്ടുവരുന്നു. അതാണ് ഞാൻ ട്രിവാൻഡ്രം മേയർ മുതൽ ഇങ്ങോട്ട് വേറൊരു വലതുപക്ഷ രാഷ്ട്രീയത്തിന് ആലോചിക്കാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും R. ശങ്കറും ഒക്കെ ഇരുന്ന കസേരയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ഇപ്പോൾ വന്ന PS പ്രശാന്താണ്. അപ്പോൾ അത് ഞങ്ങളുടെ പോളിസിയാണത്. പക്ഷെ മൂന്നാമതൊരു ഭരണം വരുന്നത് ഒരു ലെഫ്റ്റിനായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ പോലും ഇഷ്ടപ്പെടാതെ പോലെ സംസാരിക്കുന്നു. ഇനി ഒരു തവണ കൂടി വന്നാൽ അത് ഇടതുപക്ഷത്തിന് എന്തോ ഒരു വലിയ അപകടമാണെന്നുള്ളത് സംസാരിക്കുന്നു. ഭരണം നഷ്ടപ്പെട്ടത് നന്നാവോ? അതിങ്ങനെ തിരിച്ച് ഭരണം പ്രതിപക്ഷത്തിരുത്ത അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഭരണത്തിൽ വരുന്നതിനെ CPIM കാണുന്നത് ആ അധികാര സാധ്യത പ്രയോജനപ്പെടുത്തി സാധാരണക്കാരായ ആളുകളെ എങ്ങനെ സഹായിക്കാനാകും. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഇന്ത്യയിൽ വീടില്ലാത്തവർക്ക് മുഴുവൻ പേർക്കും വീട് വെച്ച് കൊടുക്കണം എന്നൊരു പ്രൊജക്റ്റുള്ള ഏക സംസ്ഥാനം കേരളമാണ്. പല സ്റ്റേറ്റിലും വീട് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കുന്നുണ്ടാകാം, 1-2 വീടുകൾ കൊടുക്കുന്നുണ്ടാകാം. പക്ഷേ വീടില്ലാത്ത മുഴുവൻ പേരെയും വീടിൻ്റെ ഉടമകളാക്കുക, സ്ഥലമില്ലാത്ത മുഴുവൻ പേരെയും സ്ഥലത്തിൻ്റെ ഉടമകളാക്കുക, അതിദാരിദ്ര്യം തുടച്ചു നീക്കുക. 2-ാം പിണറായി സർക്കാരിൻ്റെ 1ാമത്തെ ക്യാബിനറ്റിൻ്റെ 1ാമത്തെ തീരുമാനമായിരുന്നു. പിന്നെ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എല്ലായിടത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഹൈടെക് ആക്കുക. അപ്പം ഇതിലൂടെയെല്ലാം സാധാരണക്കാരുടെ ജീവിത ചെലവ് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. കേരളത്തിലെ സ്കൂളുകൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ ഹൈടെക്കായി. അതിൻ്റെ ഭാഗമായി സർക്കാർ സ്കൂളുകളിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം കൂടി. ഇത് അടച്ചുപൂട്ടിയിരുന്നുവെങ്കിൽ, ഇല്ലെങ്കിൽ മെച്ചപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ സംഭവിക്കുമായിരുന്നതായിരുന്നു, ഈ രക്ഷകർത്താക്കൾ കുഞ്ഞുങ്ങളെ അൺഎയ്ഡഡ് സ്കൂളിലേക്ക് അയക്കണം.